യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇത് നിങ്ങളുടെ മധ്യേ ഒരു അടയാളമായിരിക്കും. നിങ്ങളുടെ മക്കൾ നാളെ ഈ കല്ലുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട്, യഹോവയുടെ നിയമപ്പെട്ടകം യോർദാൻ കടക്കുമ്പോൾ യോർദാനിലെ വെള്ളം അതിന്റെ മുമ്പിൽ ഛേദിക്കപ്പെട്ടതുകൊണ്ട് ആ കല്ലുകൾ എന്നേക്കും ഇസ്രായേലിന് ഒരു ഓർമ്മയായിരിക്കും എന്ന് പറയണം. പ്രിയ ദൈവമക്കളെ, ചില വസ്തുക്കൾക്ക് ചില സമയം വലിയ വിലയൊന്നുമില്ല, പക്ഷെ അവയ്ക്ക് വലിയ കഥകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ പഴയ ബൈബിൾ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പഴയ ഫോട്ടോ അല്ലെങ്കിൽ പൊട്ടിയ പാത്രമായിരിക്കാം, പഴയ ഏതെങ്കിലും ഒരു കത്തായിരിക്കാം. മറ്റുള്ളവർക്ക് അത് സാധാരണ വസ്തുവായിട്ട് തോന്നാം, പക്ഷെ അത് സൂക്ഷിക്കുന്ന വ്യക്തിക്ക് അതൊരു ജീവിത അനുഭവത്തിന്റെ സാക്ഷിയാണ്. ദൈവവും ഒരിക്കൽ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ കടന്നുപോയ അത്ഭുതം മറക്കരുത്. അതുകൊണ്ടാണ് അവൻ കല്ലുകൾ എടുത്തു വെക്കാൻ പറഞ്ഞത്. ഈ യോശുവയുടെ പുസ്തകം നാം വായിച്ച വാക്യത്തിന്റെ ആധാരപ്രകാരം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ ജനങ്ങൾ ഇപ്പോൾ വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ യോർദാൻ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ചെറിയൊരു പുഴയായിരുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, വിളവെടുപ്പ് കാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, മൃഗങ്ങൾ, നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ എല്ലാവരും എന്ത് ചെയ്യണം? മറുകരയിലെത്തണം. അപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, പുരോഹിതന്മാർ നിയമപ്പെട്ടകം ചുമന്ന് ആദ്യം യോർദാനിൽ ഇറങ്ങട്ടെ. അവർ വെള്ളത്തിൽ കാൽ വെച്ച നിമിഷം തന്നെ മുകളിൽ നിന്ന് ഒഴുകിയ വെള്ളം നിന്നു. നദിയുടെ നടുവ് ഉണങ്ങിപ്പോയി. ഇസ്രായേൽ ജനം മുഴുവൻ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. എല്ലാവരും മറുകരയിലെത്തിയപ്പോൾ അത്ഭുതം അവസാനിച്ചുവെന്ന് അവർ കരുതി. പക്ഷെ ദൈവം പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വിളിച്ച്, ആകെ 12 പേർ, അവർ യോർദാന്റെ നടുവിലേക്ക് മടങ്ങിപ്പോയിട്ട് പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഓരോ വലിയ കല്ലെടുത്ത് ചുമലിൽ വെച്ച് കൊണ്ടുവരൂ. അവർ അത് ഗിൽഗാലിൽ വെച്ചു. അതൊരു സ്മാരകമല്ലായിരുന്നു, അതൊരു പ്രസംഗമായിരുന്നു. കാരണം ഒരു ദിവസം അവരുടെ മക്കൾ ആ കല്ലുകൾ കണ്ടിട്ട് ചോദിക്കും, ഈ കല്ലുകൾ ഇവിടെ എന്തിനാണ്? അപ്പോൾ മാതാപിതാക്കൾ ഒരു കഥ പറയേണ്ടി വരും, ഇവിടെ ദൈവം യോർദാനെ പിളർത്തിയെന്ന്. ദൈവം കല്ലുകൾ എടുത്തു വെക്കാൻ പറഞ്ഞത് അവന് ഓർമ്മക്കുറവുള്ളത് കൊണ്ടല്ല. മനുഷ്യനാണ് എപ്പോഴും സാഹചര്യങ്ങളെ മറന്നു പോകുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരും ആ സമയം സാക്ഷ്യം പറയും. പക്ഷേ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അതേ ആളുകൾ തന്നെ അത് സാധാരണമാക്കും, അല്ലെങ്കിൽ അവർ മറന്നു പോകും. അതിനാൽ ദൈവം പറഞ്ഞു, അത്ഭുതം കഴിഞ്ഞാലും ഒരു ഓർമ്മ ബാക്കിയാക്കുക. കാരണം ഓർമ്മ നഷ്ടപ്പെടുന്നിടത്താണ് നന്ദി നഷ്ടപ്പെടുന്നത്. നന്ദി നഷ്ടപ്പെടുന്നിടത്താണ് ആരാധന ക്ഷയിച്ചു പോകുന്നത്. ആരാധന ക്ഷയിക്കുന്നിടത്താണ് വിശ്വാസം തകരുന്നത്, വിശ്വാസം തളർന്നു പോകുന്നത്, അതില്ലാതെയായി പോകുന്നത്. ഇന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മ കല്ലുകൾ തരുന്നുണ്ട്. ചിലപ്പോൾ ഒരു രോഗശാന്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്നുള്ള രക്ഷയായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും അടഞ്ഞ വാതിലുകൾ തുറന്ന അനുഭവമായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണുനീരിന്റെ സാഹചര്യങ്ങളെ തുടച്ച ദിവസമായിരിക്കാം. അവ വെറുതെ സംഭവിച്ച സംഭവങ്ങളല്ല, അവ നിങ്ങളുടെ ജീവിതത്തിലെ ഓർമ്മക്കല്ലുകളാണ്. ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിച്ചാൽ, അപ്പാ, അമ്മേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു? നിങ്ങൾക്ക് പറയാൻ ഒരു കഥയുണ്ടോ? അല്ലെങ്കിൽ ദൈവം ചെയ്തതെല്ലാം തിരക്കുകൾക്കിടയിൽ മറന്നു പോയോ നിങ്ങൾ? ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറക്കുന്നൊരു തലമുറയാണ് ഈ കാലഘട്ടം. ദൈവത്തെ തേടാത്ത തലമുറയായി മാറരുത്. പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തികൾ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ വിശ്വാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയാണ്, വളർത്തിയെടുക്കുകയാണ്. ഇന്നൊരു നിമിഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത 3 വലിയ കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് നിങ്ങളുടെ മക്കളോട് പറയൂ, നിങ്ങളുടെ കുടുംബത്തോടൊന്ന് പറയൂ, സഭയിൽ സാക്ഷ്യം പറയൂ. കാരണം സാക്ഷ്യം പറയാതെ സൂക്ഷിക്കുന്ന ഈ അത്ഭുതം പതിയെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. യോർദാൻ വീണ്ടും ഒഴുകി തുടങ്ങി. അത്ഭുതം കണ്ണിൽ നിന്നും മറഞ്ഞു, പക്ഷേ കല്ലുകൾ അവിടെ തന്നെ നിന്നു. ഓരോ തലമുറയോടും ഒരേ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഇവിടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദൈവമൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ അടുത്ത തലമുറ
തലമുറയുടെ വിശ്വാസത്തിന് ഒരു അടിത്തറയായി മാറും. നിങ്ങൾ കടന്നുപോയ യോർദാൻ മറ്റുള്ളവർക്ക് ധൈര്യം നൽകുന്ന സാക്ഷ്യമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ഓർമ്മക്കല്ല് പോലെ ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നതായി മാറട്ടെ. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികൾ കാലം മായ്ച്ചു കളയത്തില്ല. അവ തലമുറകളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ, നന്ദി കാണിക്കാത്തവരായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അത്ഭുതങ്ങളെ ഒരു സാക്ഷ്യമായി മാറ്റൂ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത ഓരോ നന്മയും മറക്കാതിരിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിന്റെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ. ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറകൾക്കും നിന്റെ പ്രവൃത്തികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിശ്വസ്തരാക്കി ഞങ്ങളെ ഒന്ന് മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.